വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ പേരയ്ക്ക, നല്ല പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഈ പേരയ്ക്ക കൊണ്ടുള്ള ഒരു ചട്നി ഫോർ മൈ ഹിന്ദി സബ്സ്ക്രൈബേഴ്സ്, നോർത്ത് ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് വൺ ചട്നി വിത്ത് ദിസ് പേർ. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് പേരയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി, വലിയ അല്ലിയാണ്, വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂണ് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ടാണ്, 5 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ഞാനൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. वो लोग बोलते हैं मुझे कुछ समझ में नहीं आता, आप मलयालम में बोलते हैं. मैं एक्चुअली 5 टेबल स्पून ऑफ ग्रेटेड कोकोनट, 4 तिक्की ग्रीन चिल्ली, 5 गार्लिक का क्लाउस लिया है, एक छोटा टुकड़ा अदरक लिया है और अपना पेरू कट कर रखा है. और उसमें थोड़ा सा धनिया का पत्ता, वो 1 मुट्ठी भर, वो भी ऐड करने वाली. നമ്മൾ മിക്സറിൻ്റെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ടു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തു. ഇത് ഉപ്പ് ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കും. നമ്മൾ പേരക്കായും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചൊന്ന് എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ അത് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പേരക്കായിലേക്ക്, അരച്ചു വെച്ച പേരക്കായിലേക്ക് തേങ്ങ ആഡ് ചെയ്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുകയാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഈ പേരക്ക ചമ്മന്തി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പം ഈ ചമ്മന്തിക്ക് നമുക്കൊരു കടുകൂടെ വറുത്തിടാം. കേക്ക് തടുക്കാതെങ്കിൽ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് എണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂണ്. കടുക് വറക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല, വെറും കടുകും കരിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പോ അതുപോലെ തന്നെ ചുമന്ന മുളകോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഞാൻ കടുകിട്ടു. കടുക് പൊട്ടി വന്നു. അതിലേക്ക് കരിപ്പട്ട ഇട്ടു. ഞാൻ പാൻ ഇത് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ പേരയ്ക്ക കൊണ്ടുള്ള ചമ്മന്തി, നമ്മൾ സാധാരണ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പേരയ്ക്ക കൊണ്ടുള്ള ചമ്മന്തി, പേരയ്ക്ക കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.